യജമാനൻ മരിച്ചുപോയതറിയാതെ 10 വർഷക്കാലം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാത്തിരുന്നൊരു നായ. ജനിച്ച് ഏകദേശം 1 നൂറ്റാണ്ടിലേറെയായെങ്കിലും ഹച്ചിക്കോ എന്ന നായ ഇപ്പോഴും ജപ്പാൻകാരുടെ കണ്ണിലുണ്ണിയാണ്. ടോക്കിയോയിലെ ഷിബുയ സ്റ്റേഷനിലെത്തുന്നവരെ വരവേറ്റ് അവൻ്റെ വെങ്കല പ്രതിമ അവിടെ തന്നെയുണ്ട്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യരെ നോക്കി അവനിരിക്കും. അതിൽ ഏതെങ്കിലും ഒരാൾ ഹച്ചിക്കോ എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയാലോ? ആ പ്രതീക്ഷയുടെ പേരാണ് ഹച്ചിക്കോ. ഇന്ന് അവനെ കാണാനും ഒപ്പം ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് അവിടെ എത്തുന്നത്. സ്വാർത്ഥത മാത്രമുള്ള ഈ ലോകത്ത് അചഞ്ചലമായ അവന്റെ സ്നേഹത്തിന്റെ കഥ പലരുടെയും കണ്ണുകളെ ഈറനണിയിക്കും. യജമാനന്റെ മടങ്ങിവരവിനായി 10 വർഷത്തോളം കാത്തിരുന്ന വിശ്വസ്തനായ ഹച്ചിക്കോയുടെ കഥയാണിത്. 1923 നവംബറിൽ ജപ്പാനിലെ ഒരു കർഷകന്റെ കളപ്പുരയിലാണ് ഹച്ചിക്കോ പിറന്നു വീഴുന്നത്. 1924 ആയതോടെ ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗത്തിലെ പ്രൊഫസർ കിഡ്സാബുറോ യൂനോ ആ 1 വയസ്സുകാരൻ നായയെ സ്വന്തമാക്കി. അവൻ അയാളെ മകനെ പോലെ സ്നേഹിച്ചു. അവന് ആവശ്യമായതൊക്കെ നൽകി. അവനോടൊപ്പം ഒരുപാട് സമയം അയാൾ ചിലവഴിച്ചു. എല്ലാ ദിവസവും രാവിലെ ഹച്ചിക്കോ യൂനോയ്ക്കൊപ്പം ഷിബുയ സ്റ്റേഷനിലേക്ക് പോകും. ജോലിക്ക് പോകുന്ന യജമാനനെ യാത്ര അയച്ചതിനു ശേഷം മാത്രമേ ഹച്ചിക്കോ വീട്ടിലേക്ക് മടങ്ങി വരാറുള്ളൂ. അതായിരുന്നു അവന്റെ ശീലം. എന്തു വന്നാലും അവൻ അത് മുടക്കിയില്ല. മഴയോ മഞ്ഞുവീഴ്ചയോ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതേയില്ല. വൈകിട്ട് ട്രെയിനിൽ മടങ്ങിയെത്തുന്ന യജമാനനെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവൻ നിലയുറപ്പിക്കും. ഈ പതിവ് വർഷങ്ങളോളം അവൻ തുടർന്നു പോന്നു. അവർക്കിടയിൽ അവിശ്വസനീയമായ അചഞ്ചലമായ ഒരു ബന്ധം വളരുകയായിരുന്നു. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അവ എത്രത്തോളം മനോഹരവും നിസ്വാർത്ഥവുമാകുന്നു, അപ്പോഴെല്ലാം വിധി വില്ലനായി അവിടെ എത്തിയിരിക്കും. 1925 മെയ് 21 രാവിലെ പതിവ് പോലെ ഹച്ചിക്കോയും യൂനോയും സ്റ്റേഷനിലെത്തി. യൂനോയോട് യാത്ര പറഞ്ഞ് പതിവ് ആശ്ലേഷം നൽകിയാണ് ഹച്ചിക്കോ യജമാനനെ യാത്രയാക്കുന്നത്. ട്രെയിനിൽ കയറിയിട്ടും അവൻ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല. യൂനോയുടെ കൈകൾ അവനോട് വിട പറഞ്ഞു. അയാൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ അവിടെ തന്നെ നിന്നു. അവനു നേരെ കൈകൾ വീശിക്കൊണ്ട് യാത്രയായ അദ്ദേഹം പിന്നീട് മടങ്ങി വന്നതേയില്ല. യൂണിവേഴ്സിറ്റിയിൽ തന്റെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രഭാഷണം നടത്തുന്നതിനിടെ 53-കാരനായ പ്രൊഫസർ യൂനോ ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ വൈകുന്നേരം 3 മണിക്ക് ഹച്ചിക്കോ യജമാനനെ കാണാനായി സ്റ്റേഷനിൽ വന്നു. പതിവ് ട്രെയിനുകൾ പാളത്തിലൂടെ കടന്നുപോയി. ഹച്ചിക്കോ എന്ന വിളിയും ചുണ്ടിലൊരു ചിരിയുമായി വരുന്ന തന്റെ യജമാനനെ അവൻ ആ ട്രെയിനിൽ മുഴുവൻ പരതി. പക്ഷേ കണ്ടതേയില്ല. ഈ സംഭവം അവനിൽ വല്ലാത്തൊരു നിരാശയുണ്ടാക്കി. എത്ര വൈകിയാലും യൂനോ അവിടെ എത്തുമെന്ന പ്രതീക്ഷയിൽ ഹച്ചിക്കോ അടുത്ത ദിവസവും അതേസമയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പക്ഷേ പ്രൊഫസർ അന്നും വന്നില്ല. അയാൾക്ക് വരാൻ കഴിയില്ലെന്ന് അവനോട് ആരും പറഞ്ഞില്ല. ആരെങ്കിലും പറഞ്ഞാൽ അവൻ വിശ്വസിക്കണമെന്നുമില്ലല്ലോ. അവൻ യൂനോയ്ക്ക് വേണ്ടിയുള്ള തന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചതേയില്ല. ആ സ്റ്റേഷനിലെത്തുന്ന ഓരോ യാത്രക്കാരുടെയും മുഖങ്ങളിൽ അവൻ അവന്റെ യജമാനനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പ്രണയിച്ചാണ് പ്രൊഫസർ യൂനോയും ഭാര്യ യെയ്ക്കോയും വിവാഹിതരാകുന്നത്. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു അവർ ജീവിച്ചത്. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം യൂനോയുടെ വരുമാനത്തെ മാത്രമാണ് ആശ്രയിച്ചു നടന്നു പോന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടായി. ഹച്ചിക്കോയെ പോലുള്ള ഒരു വലിയ നായയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികം അവർക്കില്ലാതായി എന്നതാണ് ചുരുക്കം. എന്നാൽ ഹച്ചിക്കോയെ ഉപേക്ഷിക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചില്ല. അവനും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവർ അത് തീരുമാനിച്ചു. ഹച്ചിക്കോയെ ദൂരെയുള്ള ടോക്കിയോയുടെ കിഴക്കൻ ഭാഗമായ അസകുസയിൽ താമസിക്കുന്ന ഒരു ബന്ധുവിന് കൈമാറുക. സ്ഥലം മാറിയിട്ടും പുതിയ യജമാനൻ വന്നിട്ടും അവന്റെ പതിവ് തെറ്റിച്ചില്ല. തന്റെ യജമാനനെ അന്വേഷിച്ച് പതിവായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവൻ ഓടിയെത്തി. ഗേറ്റിനടുത്ത് വെച്ച് ഹച്ചിക്കോ കുരയ്ക്കും. പ്രൊഫസറുടെ തോട്ടക്കാരന് ഹച്ചിക്കോയെ അറിയാമായിരുന്നതിനാൽ അയാൾ ഗേറ്റ് തുറന്നു കൊടുക്കും. ശേഷം വീട് മുഴുവൻ നടന്ന് അവൻ തന്റെ യജമാനനെ അന്വേഷിക്കും. പക്ഷേ അവന്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായതേയില്ല. പിന്നീട് അവൻ സ്റ്റേഷനിലേക്ക് തിരിക്കും. അവിടെയും അവൻ ആ മുഖം അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. സത്യത്തിൽ ഹച്ചിക്കോ തന്റെ ജീവിതകാലം മുഴുവൻ യൂനോയെ തിരഞ്ഞു നടന്നു. എല്ലാ ദിവസവും രാവിലെ അവൻ സ്റ്റേഷനിലേക്ക് പോകും. ഒരുപാട് നേരം കാത്തിരുന്ന് യജമാനനെ കാണാതെ മടങ്ങും. വൈകുന്നേരവും അവൻ ഇതുതന്നെ ആവർത്തിക്കും. എന്നാൽ യൂനോ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ഹച്ചിക്കോ പക്ഷേ പ്രതീക്ഷ കൈവിട്ടതുമില്ല. ഏതെങ്കിലും ഒരു ദിവസം തന്നെ കാണാനായി തന്റെ യജമാനൻ വരുമെന്ന പ്രതീക്ഷയിൽ അവൻ ദിവസവും അവിടെ തന്നെ നിന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, പിന്നീട് മാസങ്ങളായി, പിന്നീടത് വർഷങ്ങളായി മാറി. അപ്പോഴും ഹച്ചിക്കോ സ്റ്റേഷനിൽ തന്റെ യജമാനനായുള്ള കാത്തിരിപ്പ് തുടർന്നു പോന്നു. അവന്റെ പതിവായുള്ള ഈ വരവ് താമസിയാതെ മറ്റ് യാത്രക്കാരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹച്ചിക്കോ ഒരു തെരുവ് നായ അല്ലായിരുന്നെങ്കിലും സ്റ്റേഷന് ചുറ്റുമുള്ള ആളുകൾ അവനെ അങ്ങനെ തന്നെ കാണാൻ തുടങ്ങി. സ്റ്റേഷനിലെ ജോലിക്കാർ അവനെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അവർ അവന്റെ മുഖത്ത് ചായമടിക്കുകയും മീശ വരയ്ക്കുകയും ചെയ്തു. കുട്ടികൾ അവനെ പരിഹസിക്കുകയും ചുറ്റിലും നടന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു. അവൻ തിരിച്ചു വരാതിരിക്കാൻ ജീവനക്കാർ അവന്റെ മേൽ ചൂടുവെള്ളം പോലും കോരിയൊഴിച്ചു. അവനെ ഒരു ശല്യമായിട്ടാണ് എല്ലാവരും കണ്ടത്. ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു മൃഗം.
ഹച്ചിക്കോയുടെ കഥ അറിയാമായിരുന്ന യൂനോയുടെ വിദ്യാർത്ഥികൾ അവന്റെ കഥ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. പാവപ്പെട്ട വൃദ്ധനായ നായയുടെ കഥ. മരിച്ച ഉടമയ്ക്കായി 7 വർഷത്തോളമായി അവൻ കാത്തിരിക്കുന്നു എന്നായിരുന്നു ആ കഥയ്ക്ക് നൽകിയ ശീർഷകം. ആ കഥ വായിച്ചറിഞ്ഞവർക്കെല്ലാം ഹച്ചിക്കോയോട് സ്നേഹവും ആരാധനയും തോന്നി. അങ്ങനെ അവൻ അവിടുത്തെ താരമായി മാറി. അവനെ ഓമനിക്കാനും ഭക്ഷണം നൽകാനും ആളുകൾ തയ്യാറായി. അധികം വൈകാതെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഹച്ചിക്കോയെ കാണാൻ വന്നു തുടങ്ങി. അവന്റെ ശരീരം പതിയെ വാർദ്ധക്യത്തിലേക്ക് ചേക്കേറി. സന്ധിവേദനയും വാദവും ഹച്ചിക്കോയെ കഷ്ടപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ ആ വേദനയുടെ ഇടയിലും അവൻ ദിനചര്യ മുടക്കിയില്ല. യജമാനന്റെ മരണത്തിന് 1 പതിറ്റാണ്ടിനു ശേഷവും ആ വേദനയുള്ള കാലുകൾ വെച്ച് ഒരുപാട് ദൂരം നടന്ന് എല്ലാ ദിവസവും ഹച്ചിക്കോ ആ സ്റ്റേഷനിലെത്തി. ട്രെയിനുകൾ പലതും വന്നുപോയി. അതിലൊന്നും അവൻ ആ മുഖം കണ്ടെത്താനായില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും അവന്റെ യജമാനൻ അവനെ അന്വേഷിച്ച് വരില്ലെന്ന് അവന് തോന്നിക്കാണണം. അതായിരിക്കണം 1935 ഒരു രാത്രി ഷിബുയയിലെ തെരുവിൽ വെച്ച് അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചത്. പിറ്റേ ദിവസം അവന്റെ ചേതനയറ്റ ശരീരം നാട്ടുകാർ കണ്ടെത്തി. 10 വർഷത്തിലേറെയായി അവൻ തുടർന്നു വന്ന ദിനചര്യ അന്ന് ആദ്യമായി മുടങ്ങി. അവനെ അന്വേഷിച്ച് വരാത്ത യജമാനനെ കാണാൻ അവൻ പോയിരിക്കുന്നു. ഇത്ര നാളും തന്നെ കബളിപ്പിച്ചതിന് പരിഭവം പറയാൻ അവൻ യാത്രയായിരിക്കുന്നു. ഹച്ചിക്കോയുടെ മരണം ദേശീയ മാധ്യമങ്ങളിൽ തലക്കെട്ടുകളാക്കി. പ്രൊഫസർ യൂനോയുടെ ശവക്കല്ലറയുടെ അടുത്തു തന്നെ ഹച്ചിക്കോയ്ക്ക് മണ്ണൊരുക്കി. വർഷങ്ങൾക്കു ശേഷം അവർ അങ്ങനെ കണ്ടുമുട്ടുന്നു. ജപ്പാന്റെ നൊമ്പരമായ ഹച്ചിക്കോ ഇന്നും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി ഷിബുയ സ്റ്റേഷന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ശുനകരൂപമായി അവൻ ഇന്നും ജനഹൃദയങ്ങളിൽ നിലകൊള്ളുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.